ഓൾറെഡി ഇൻസ്റ്റാൾ ആണെന്നാണ്. എന്നാ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്ക്. ഓ അതിനി എങ്ങനെയാന്ന് പറഞ്ഞു തരണല്ലേ. ഇൻസ്റ്റാൾ കണ്ടന്റ് കൊടുക്ക്, ഇൻസ്റ്റാൾ കണ്ടന്റ് കൊടുക്ക്. ഇവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാ തോന്നും ഇവൻ ഈ ഗെയിം ഞാൻ മേടിച്ചു കൊടുത്തിട്ട് എനിക്കെന്തോ വലിയ ഉപകാരം ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഇത് അൺഇൻസ്റ്റാൾ ആണോ ഇല്ലെങ്ങനെ? വേണ്ട, അൺഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്യടാ. ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നീ മുട്ട കുത്തി കറങ്ങ ലൈവില്. നിന്റെ ഇപ്പൊ സ്പേസ് ഇല്ല, നീ എന്തെല്ലാം എടുത്ത് കളഞ്ഞാൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓ എന്തെങ്കിലും കളഞ്ഞാ തന്നെയാ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഡ്രൈവ് ചെയ്ത് തുണ്ട് ഡിലീറ്റ് ആക്കി കുറച്ച് ഒരു ലോഡ്. അപ്പൊ നിനക്ക് ബാക്കി ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള സ്പേസ് ഉണ്ടാവും. അല്ല വെയിറ്റ്, റെഗുലർ എക്സ്ബോക്സിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഗെയിം ഇല്ല, ആ ലൊക്കേറ്റ് ചെയ്ത. അതല്ല, ഇവന്റെ ഇനി ഇപ്പൊ ഇൻസ്റ്റാൾ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും സ്പേസ് വേണം, മനസ്സിലായ? ഡീമ അത് ഒന്ന് ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷമേ കസ്റ്റം പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവനെ ഒന്നും ഉണ്ടല്ലോടാ, ഇവനെ ഒന്നും ഒരിക്കലും പറഞ്ഞു നന്നാക്കുക എന്നുള്ളത്, ഇവനെ ഉപദേശിക്കുന്നതിലും ഭേദം തല തല്ലി ചാവണതാ. തല തല്ലി ഇപ്പൊ കണ്ട കണ്ട എപെക്സ് ഡൗൺലോഡ് ചെയ്തില്ല, അതങ്ങനെ ഞാൻ F1 കളിക്കാൻ കഴിച്ചില്ല. ഞാൻ F1 കളിക്കാം. നമ്മളിപ്പോ എല്ലാരും ഉള്ളതുകൊണ്ട് തോന്നണല്ലേ, ഇവരുടെ എല്ലാരും കൈ ഗെയിം ഇല്ല കഴിച്ച്. ഒരു അണ്ടിയന് ഇത് മാത്രം ഇപ്പൊ മേടിച്ചു കൊടുക്കുന്നത്. പിന്നെയാണ് F1. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കണം കഴിച്ച. ഒറ്റയ്ക്ക് F1 കളിക്കുന്നത് ഭയങ്കര ബോറാ കഴിച്ച്. 20 ലാപ്പ് 30 ലാപ്പൊക്കെ എങ്ങനെ കളിക്കും ഞാനിരുന്ന്? എന്താടാ ലാപ്പ് കുറച്ചിട്ട് രസമില്ലടാ, എല്ലാരോടും വേണോടാ. ഒറ്റയ്ക്ക് രസമില്ലടാ. 25 എന്റെ കിടപ്പുണ്ട്, അണ്ണന്റെ PC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നൈറ്റ് വെറുതെ ഇത് കഴിഞ്ഞിട്ട് കളിക്കുന്നേ കളിക്കും. ഇല്ല ഞാൻ എന്റെ പുതിയ നാട്ടിലല്ലടാ ഞാൻ. ആ ശരിയാ മറന്നുപോയി. എനിക്ക് എന്റെ ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്യുന്നത് ഇൻ ഗെയിമില്. സെറ്റ് ആക്കിയിട്ട് എന്നെ വിളിക്കാവോ? ഞാൻ തരിച്ചിരിക്കാണേ. ഞാൻ ഏപെക്സ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പേസ് ഇല്ലെന്ന് കാണിക്കുന്നു. 30-40 GB ഒരു കാര്യം ചെയ്യാ, പവർ സെറ്റ് കളഞ്ഞിട്ട് ഇൻസ്റ്റാൾ മൂവ് ചെയ്യാനും ഇതൊക്കെ പോകണ്ട. അല്ല കോച്ചിന് ബ്രാവോ കൺട്രോൾസ് എടുക്കും. കൺട്രോൾസ് വീല് അതിൽ ഈ ബ്രേക്ക് അത് അൺബൗണ്ട് കാറ്റഗറി നെക്സ്റ്റ് കാറ്റഗറി, അത് ജസ്റ്റ് നമുക്ക് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയുള്ളൂ. അത് ഏതെങ്കിലും സ്വിച്ച് കൊടുക്കാം. എടാ ഈ റെഗുലർ ABC കിക്കേടാ, ഈ റെഗുലർ ABC കിക്കേടാ. അല്ല ബ്രാവോ, അതല്ല അത് രണ്ട് ഏതെങ്കിലും കീ കൂടെ. എത്ര കീ കിടക്കുന്ന അതിന്റെ അകത്ത് സ്റ്റിയറിംഗില്? ഈ വണ്ടി അവിടെ നിന്ന് തട്ടിയ രഘുല് കുണ്ടൻ. ഇത് വീണ്ടും തട്ടിയ രഘുല് കുണ്ടൻ. പിന്നെയും കുണ്ടൻ. ഞാൻ ഓടിക്കാൻ പഠിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഇത് കിടിലം കൺട്രോളുള്ള വണ്ടിയായത്. എങ്ങും തട്ടാതെ പോകാൻ പോണേ. നിങ്ങൾ ഡ്രൈവിംഗ് കണ്ടാൽ ഞെട്ടാൻ പോണേ. കോൺസെൻട്രേറ്റ്. എന്നൊരു കമ്പൈൻഡ് ആക്സിലേറ്റർ ആൻഡ് ബ്രേക്ക്
അത് കൊടുക്കണോ? ആക്സിലേറ്ററും ബ്രേക്കും ഒരുമിച്ചോ? ആ സൂപ്പർ. ഇവിടെ തൊട്ടാണ് ഞാൻ പറഞ്ഞ റൈസ്. ഇതില് ബാക്ക് മറ്റേ ക്യാമേ ബാക്ക് അടിച്ച് നോക്കുന്ന ഏതായിരുന്നല്ലാക്കി? അത് ലുക്ക് ബാക്ക്, അത് സെറ്റ് ചെയ്യണം. ഇതുണ്ട് ഞാനിപ്പോ ലുക്ക് ബാക്ക് കണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കിയ വണ്ടി കൺട്രോൾ പോകും ബ്രാവോ കയ്യിൽ നിന്ന്. ഇപ്പൊ നോക്കിക്കോണേ, കണ്ടോ പോയി, കൺട്രോൾ പോയി. എങ്ങനെയുണ്ടായിരുന്നു? അർജന്റീന മാച്ച് ഇതാവട്ടോ, നീ നമ്മൾ ഇത്ര പേര് ഇരുന്നിരുത്. എടാ നീയൊക്കെ ഒരു റേസെങ്കിലും കളിക്കാൻ എന്നെ ഒന്ന് സമ്മതിക്കടാ. അവിടെ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നേ. ആരാ വരാത്ത ഇനി? എടാ ഈ റെഗുലർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയതല്ലേ ഉള്ളൂ. അതിന് ഈ വരത്തില്ല, അത് 100 Mbps സ്പീഡാണോ അത്? അടുത്തവണ അവനെ കൂട്ടം വാളിയാ. ഞാൻ ഇവർ കണ്ട് ഞെട്ടിയിരിക്കുവോ, ഞാൻ എങ്ങും തട്ടാതെ പൊക്കോണ്ടിരിക്കുക. റൈസ് ഇടാവേ, റൈസ് ഇടാ. തട്ടി ഓൾറെഡി തട്ടി. വാമപ്പല്ലേ? വാമപ്പാണോ? നിങ്ങക്ക് വാമപ്പ് വേണോ? ഡയറക്റ്റ് അറ്റാക്കിൽ ചെറിയൊരു മാച്ച്. പക്ഷേ ഈ സ്ട്രീം കാണുമ്പോൾ എക്കോ അടിക്കുന്നല്ലേ ഡിസ്കോഡില്? എന്നാ നീ ഇല്ല. എടാ ഞാൻ നിന്റെ കൂടെ ഡിസ്കോഡിൽ ഇരിക്കുവല്ലേ, അതുപോലെ എന്റെ ശബ്ദം എന്റെ സ്ട്രീമിൽ കൂടെ നിനക്ക് കേൾക്കൂലടാ. നീ മന്ദബുദ്ധിയാണോടാ? ഇതിനും അങ്ങനെ കേൾക്കൂലല്ലോ. എന്നാ ഡിസ്കോഡിൽ അവനെ മ്യൂട്ട് ചെയ്യും, അപ്പൊ നിനക്ക് മറ്റുള്ള കേൾക്കാലോ. ഏതായാലും ഒന്നല്ലേ അളിയ, നമ്മള് ഒരു നോർമൽ വണ്ടിയിൽ നമുക്ക് വേണേ തുടങ്ങാം. എങ്ങനെയുണ്ട്? എങ്ങനെ എന്ത് പറയുന്നു? ഇവന്മാർക്ക് വെറൈറ്റി കാർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പെട്ടോട്ടർ അല്ല, പെട്ടോട്ടർ 20 കിലോമീറ്റർ ഒക്കെ. അംബാസഡർ എടുത്താലോ? യൂറോപ്യൻ ട്രക്ക് സിമുലേറ്റർ ഇത്. അല്ല വേണ്ട, BMW M5 തുടങ്ങാം ഇന്നത്തെ റേസ്. BMW M5 വെള്ളം കിടന്ന് പറക്കണത്. സ്പീഡില്ലാത്ത വണ്ടി. എങ്ങനെ ഇറങ്ങുന്നേ? എസ്കേപ്പ് എൻട്രടിക്കുവോ? അടിക്കാത്തെ മരതകല്ലേ? മരതകത്തിന്റെ കളർ ഇതല്ലടാ, മരതകം വേറൊരു കളറാ. ഗൈസ് ഇന്ന് ഞാൻ കമന്റ് നോക്കൂലേ, കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കണേ. ഞാൻ കമന്റ് നോക്കൂലേ, എന്നെ കമന്റിൽ നോക്കാൻ പറയരുത്. നിങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങളിത് എൻജോയ് ചെയ്യണം. നിങ്ങളിരുന്ന് ഇത് കണ്ട് എൻജോയ് ചെയ്യണം. അല്ലാതെ എന്നെ ഇരുന്ന് ഇന്ന് ഫുള്ള് നിന്നെ ഞാൻ തോപ്പിച്ചാ നീ എനിക്ക് ഹാൻഡ് ബ്രേക്ക് അല്ലേ മോശടാ? എന്തായാലും ഒന്നും പറയാത്ത. ഇന്നത്തെ ദാനം കഴിഞ്ഞാലേ 5600 രൂപ റെഗുലർ കൊണ്ടുപോയി. ഇനി അടുത്ത ആഴ്ച നാളെ മതി. സോങ്ങട കേസ് ഇത് കഴിഞ്ഞിട്ട് സോങ്ങട ഗോഡിനെ തീർക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. ടഫായിരിക്കുമല്ലോ. അതാരാ പറഞ്ഞ ടഫാന്ന്? ഞാൻ D1. അപ്പൊ നിന്നെയും തോപ്പിക്കാം. ഇത് നമ്മളുടെ കളിയാ. നമ്മുടെ നീ എന്റെ കോസീറ്റിൽ ഇരിപ്പുണ്ടോ? വാളിയ ഞാൻ ഉണ്ട് മനസ്സില്. ഓക്കെ, എന്റെ മടിയിലിരുന്നോളിയാ. മനസ്സിൽ എന്റെ മടിയിലിരുന്നോ വേണമെങ്കിൽ. തല കുറച്ച് താത്തു വെക്കണേ, എനിക്ക് ഫ്രണ്ട് കാണും. എങ്ങനെ ഓട്ടി കളിയാ? ഞാൻ ഒരേ സമയം 2 റെഡി ചെയ്യാം. ഓ അങ്ങനെ. ബോസമ്മനെ തോപ്പിക്കാൻ പറ്റുമോ? നിന്റെ ബോസമ്മനോട് ആദ്യം ഇത് ഇതിനകത്ത് കുത്തി ഓണാക്കി വിഷയം. കാല് വരയ്ക്കൂല നമ്മളൊക്കെ കലരും പോലെ. അയ്യോ ഞാൻ പോയി. ഇപ്പഴായിരുന്നു, നീ കുറച്ചു മുമ്പേ പോയായിരുന്നു. ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു.
എന്റെ ഒരു മിനിറ്റ് എന്റെ റിംഗ് ലൈറ്റ് നീ അത് എടുത്തോടാ അത് ചെക്ക് പോയിന്റ് ബാക്കിലത്തെ ചെക്ക് പോയിന്റ് എടുത്തോ നീ എടുത്ത് ജസ്റ്റിന് കിട്ടി. ഇടിച്ചിട് അമ്മാരെ ഫ്രണ്ടിൽ പോകുന്ന അമ്മാരെ. എടാ ഇത് വാമ പ്രൈസ് അല്ലടാ, വാമ പ്രൈസിൽ ഞാൻ ഇങ്ങനെ ഈ വരുന്ന എല്ലാ മാപ്പും കസ്റ്റം ഇവരാരാണ് വാമ പ്രൈസിൽ ഞാൻ ട്രൈ ഹാർഡ് ചെയ്യത്തില്ലടാ. മനസ്സിലായി മനസ്സിലായി. ഞാനേ അണ്ണ എന്നെ കൂട്ടല്ലേ. എടാ വില്ലുമോനെ ഞങ്ങക്ക് അതിശയമില്ലടാ, നീ അല്ല, അപ്പിയാണെന്ന്. ring light വേണ്ടി തലക്കടെ. എടാ നിന്നെ അപ്പിയാണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. നീ ആദ്യത്തെ വളവിൽ തന്നെ താഴെ പോയി. അതെ റിംഗ് ലൈറ്റ് വേണോ? മറ്റൊരു പട്ടി ഉണ്ടോ വെച്ചിരിക്കുന്നത് അതേ സൗണ്ടല്ലേ? കമ്പാക്ക് ഉണ്ട്. നിങ്ങളൊക്കെ പതുക്കെ വന്നാ മതിയെ. അളിയ ഡീമനൊക്കെ കറങ്ങി. എടാ അവനെ താങ്ക് യു. അവനെ ഇടിച്ച് നൂത്ത് കൊടുത്ത്. കാറ്റണ ഒരാള് ഒന്നാമത്തെ ലാപ്പായിട്ടുള്ള പതുക്കാരനെ. നീ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണോടാ? അവൻ 8 എടുക്കണം അവിടെ വീടിന്റെ കൂടെ. ആ എന്റെ പോയേ ഇത് വർക്കാവുന്നില്ല. ഒരു എന്തൊക്കെ reason കേൾക്കണം അല്ലേ? പോണ്ടേ. ആ ഇടക്ക് ഊരി ഗോക്കു പോയാ പുറത്ത്? ഗോകുല അത് വില്ലു അവിടെ കിടക്കണേ. അല്ല ഞാൻ പോയി എനിക്ക് കാല് കൊടുത്തിട്ട് പോണില്ല. നല്ല പൈസ വേണം, നല്ല പൈസ. ഇതൊക്കെ നമ്മളിതൊക്കെ ഇറ്റാച്ചിയിലൊക്കെ വായന്ന് കേട്ട് കഴിഞ്ഞതാ. പുതിയ സാധനം ഇറ്റാച്ചി ഫാൻ ഒരു തല വേണമെന്നാണ് പറഞ്ഞത്. സത്യം മാത്രം മറക്കട്ടെ. രായ നിന്റെ തലയിലാക്കി തന്നതാടാ. ഇതേ ഈ പുല്ലൊന്ന് പോരാ, ഡ്രിഫ്റ്റ് ആവുന്നേ പുല്ലൊക്കെ. എന്ത് പുല്ലാണിത്. ഡൗൺ ഷിഫ്റ്റ് ആണ് സീൻ. നോക്കല്ലേ ഞാൻ ഒരു കാട്ടിലോട്ട് പോയി ട്രെയിനിലേക്ക് തിരിച്ചു വരും. ഹോൺ അടിക്കുന്നു. ഈകളെ വണ്ടിയുടെ ഹോൺ നോക്കണ്ടല്ലേ? ഹോൺ എന്തൊരു കഷ്ടാ നോക്കി എനിക്ക്. ഞാൻ ഹോൺ സെറ്റ് ചെയ്തിട്ടില്ല. ബ്രാവോ ആശയില്ലേ ഡിസ്കോഡില്? അതിൽ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിലെടുത്ത് വിട്ടറിഞ്ഞ് പോയി കേട്ടോ, നമ്മളൊന്നും ഇതാക്കാതെ. ആശുപത്രിയിൽ അടുത്ത് ഒരു ലാപ്പ് പുറകില്. പിന്നെ നീ കുറച്ച് ദിവസം ആയേ, നീ ന്യായം പറയല്ലേ. നിന്റെ മിസ്റ്റേക്ക്, കളിക്കാത്തത് നിന്റെ മിസ്റ്റേക്ക്. നീ ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം ഞാൻ കളിച്ചിട്ടില്ല. ഓ എന്ത് കളിയാ അത്. അളി ഇനി മറ്റേ ഒരു റൂൾ കൊണ്ടുവരണേ. നമ്മള് മറ്റേ ചെക്ക് പോയിന്റ് ഒക്കെ മിസ്സായ മറ്റേ റീസെറ്റ് അടിക്കാൻ പറ്റൂലെന്നുള്ളത്. റീസെറ്റ് എല്ലാമാരും ഇപ്പൊ റീസെറ്റ് ആടാ. ചെക്ക് പോയിന്റ് മിസ്സായ അതിപ്പം നീ അല്ലാടാ അതിവിടെ പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തത്. സത്യം അതാണ്, അത് വേണ്ടായിരുന്നു. അത് ഓപ്പി ആയിപ്പോ ഇപ്പൊ ഫ്രണ്ടിൽ പോയാലേ ഒന്നും പിടിക്കാൻ പറ്റില്ല. മിസ്റ്റേക്ക് കാണിക്കുമ്പോ അപ്പൊ തന്നെ കാട്ടിലോട്ട് പോയി പിന്നെ നീ ഹാൻഡ് ബ്രേക്കിലാണോ? ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചേ ഇല്ല. എനിക്ക് ഹാൻഡ് ബ്രേക്കേ ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നോക്കില്ല. അണ്ണാ അതെ വരണ. എന്താ നീ എന്തിന് എനിക്ക് ഇത്ര നേരം ഞാൻ എന്ത് സുഖമായിട്ട് വിളിച്ച. ഞാൻ കണ്ടില്ലല്ലോ നീ ഇത് എപ്പോഴും റോഡിന്റെ അല്ലല്ലേ ഇതിലല്ലേ വെറുതെ ടീമിനെ തോപ്പിച്ചു അവനെ. വണ്ടി ഇടിച്ച് കാറ്റികളെ. അതാരെ വില്ലുമോനാണോ അത്?
പോയിട്ട് വില്ലുവൻ ദേ പോയി. ഞാനുണ്ടാ വില്ലുവനെ പുറകില്. എനിക്ക് ഇത് ഇഷ്ടമല്ല ഈ മാപ്പ് പോരാ. നീ എടാ നീ വില്ലുവനെ നീ ഒരു സത്യം മനസ്സിലാക്കണം. നീ കണ്ടിയാ അത് നീ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നീ ഏത് മാപ്പ് ഇട്ടാലും നീ കണ്ടിയാ. ബിഗിനറാണ്, ബിഗിനർ ഇങ്ങനെയൊന്നും പറഞ്ഞോടാ. എന്നാ ബിഗിനറാണേ മാസ് അടിക്കരുത്. കൈ ധരിച്ചിരിക്കണത് റേസ് ഇട് എന്നൊക്കെ പറഞ്ഞ് പോയിന്റ് പോയിന്ന്. അതിന് ഇതിനാര് പ്രഡിക്ഷൻ ഇട്ട്? ഇത് ഫസ്റ്റ് മാച്ച് അല്ലല്ലോ. ഇത് വാമ മാച്ചാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ ഗോകുവെ, ഈ മാപ്പിലൊക്കെ ചെക്ക് പോയിന്റ് മിസ് ചെയ്യാന്ന് പറഞ്ഞ എന്തൊരു പൊട്ടൻഷ്യൽ അല്ലേ. തനിയെ പോടാ. ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തനിയെ പോടാ. അണ്ണ ഈ മാപ്പ് പോരാ, ഈ മാപ്പ് പോരാ. വലിയ വലിയ മാപ്പ് ഇട്. ഈ വണ്ടി പോരാ. ഇത് റീഫണ്ട് കൊടുക്കടാ. ഇത് റീഫണ്ട് കൊടുക്കടാ. എടാ നിക്കോണ നിന്നെ ഞാൻ അൺമോഡ് ചെയ്യുവേ. നിന്നെ അൺമോഡ് ചെയ്യുവേടാ. മാപ്പിന്റെ പ്രശ്നം. ഓരോ മാപ്പിന്റെ പ്രശ്നം. ഇത്ര നാളെ കയ്യില് നീ പച്ചക്കറി കേട്ടാ പോണ. ആളിയാ പച്ചക്കറി വെട്ടാൻ പോണു. ഇത് കഴിയുമ്പോ പച്ചക്കറി വെട്ട് ലൈവ് ഉണ്ട്. വരണം, നീ കാണണേ. അതായിരിക്കും ബെറ്റർ അളിയാ. എടാ നിന്റെ വർത്താനമൊക്കെ ഇപ്പൊ തീരും, മനസ്സിലായ? ഇതെന്റെ പുതിയ ഗ്ലൗവാ. ഇത് വെച്ച് നിന്നെ തോപ്പിക്കാൻ പോണേ. വലിയ മാപ്പ് ഇടണേ, വലിയ മാപ്പ്. അടുത്തോട്ട് വലിയ മാപ്പ്. നേരെ കളി കഴിഞ്ഞ് തോറ്റ് തുപ്പി പോയി അടുക്കളയിൽ പോയിരുന്നു പച്ചക്കറി അരിയും. ഇതിനൊന്നും ഗൈസ്, ഇതിനൊന്നും ഞാനിപ്പോ മറുപടി കൊടുക്കത്തില്ല. ഇതിനൊന്നും ഞാനിപ്പോ മറുപടിയെ കൊടുക്കത്തില്ല, മനസ്സിലായ? ഇങ്ങനത്തെ ഉള്ളവന്മാർക്ക് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഏതാണ് നോക്കൂ മാപ്പ് എവിടെ വെക്കുന്ന നോക്കൂ. റോഡില് സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ എങ്ങനെ റാലിയിൽ തുടങ്ങണോ മറ്റേത് തുടങ്ങണോ? അല്ലെ ഏതെങ്കിലും തുടങ്ങിയ ഇപ്പൊ മാച്ച് തുടങ്ങും. എത്ര മണിക്ക്? 9:00. ഇല്ല ഇനി അതിനും ആള് സമയമില്ല. പിന്നെ ഇത്രയായി. ഇനി ഇന്ന് സ്കോർ ബോർഡ് വൻസി കൂട്ടിയാൽ സ്കോർ ബോർഡ് ഒരു 10 പേരെ പേരിട്ട് അവിടെ സ്ഥലം കളയും. ആ 3 പേരാണ് സ്കോർ ബോർഡിൽ കയറുന്നത്. എൻട്രടിക്കോ? കാവൊന്നും മിണ്ടുന്ന പോലും ഇല്ല. അന്നൊക്കെ എന്തരായിരുന്നു ഞാനത് പഠിച്ചോണ്ടിരിക്കുന്നേ. അതന്നെ അന്നെന്തരായിരുന്നു. കളിക്കുമ്പോ സംസാരിക്കണം മോനെ. രസമില്ല. അയ്യോ വണ്ടിയോ അളിയാത് റാലിക്കാർ ഇവിടെ. പിന്നെ റാലി റേസിൽ ഞാൻ ഏത് വണ്ടി ഇട്ട് തരണം നിങ്ങൾക്ക്? പറ. റാലി മറ്റേ നമുക്ക് ബീച്ചിലുണ്ട്, സുബാറുണ്ട്. വണ്ടി ഇടുമ്പോ ഇവിടെ ചില അമ്മമാർക്ക് ഇങ്ങനെ നിൽക്കുന്ന എന്റെ ചാറ്റില്. ഇവൻ ഒരു വണ്ടി മാത്രമേ ഇടൂ, ഒരു ഇത് ഇടൂ. പിന്നെ ഔഡി ഉണ്ട്, ഔഡിയുടെ മറ്റേ ഫോർഡ് GT40 ഉണ്ട് ഈഗിൾ ബ്രോന്നോ. ഫോർഡ് GT40 ഉണ്ടോ ഈഗിൾ ബ്രോന്നോ? സ്റ്റാർക്ക് ചെയ്യടാ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലടാ, നോക്കിയിട്ടില്ലടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ കിക്ക് പോയിന്റ്സ്. ഒരു മണിക്കൂറുള്ളൂ കളി തുടങ്ങാൻ. ഫുള്ളി കോൺസെൻട്രേറ്റഡ് റേസ് ആണേ. ഇത് നമ്മൾ ജയിച്ചോ? ലാപ്പാണോ? ലാപ്പല്ല ലാപ്പല്ല, ഒരു ലാപ്പേ ഉള്ളൂ, ഒറ്റ ലാപ്പേ ഉള്ളൂ. ഇത് ഞാനിപ്പോ മുമ്പേ വാമ പൊളിച്ച മാപ്പായത്. ആ സ്വയം മാപ്പാന്ന് തോന്നുന്നു. അടുത്തവരെ നീ വാമ പൊളിച്ചിട്ടല്ലടാ നീ ഇതെടുത്തത്. നീ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നീ അവന്മാർക്ക് ഇട്ടുകൊടുത്തല്ലടാ. നീ നിനക്ക് ജയിക്കാൻ വേണ്ടിയാണോ നീ അത് ചെയ്തത്? ടയറിലൊക്കെ ഇടിച്ച് പറക്കുന്നു ആരോ. എന്റെ വണ്ടി മൈരി വഴിയൊന്ന് കണ്ടുകൂടാ. ഇത് ഈ വണ്ടി ഈ മാപ്പിൽ ഓടിക്കാൻ പറ്റത്തില്ലടാ. അളി അതെന്താ സംസാരം അളി? അത്
അയ്യോ ഇതൊക്കെ എന്ത്? അയ്യോ കല്ല്. അളിയാ കല്ല് അതിന്റെ വാവ്. ഹോൺ അടിക്കല്ലോ. ഒരു ബിഗിനറെ ഇടിക്കുന്ന കളം. അളി ഇവിടെ കല്ലുണ്ടെങ്കിൽ പറയണ്ട അളിയാ നീ. അയ്യോ അളിയുടെ മുട്ട വളമാണേ. എന്റെ അപ്പത്തവടെ പാടാം. സൂപ്പറായിട്ട് പോന്നുണ്ടോ നീറ്റായിട്ട്. ആ അണ്ണൻ ഗോ. അമേരിക്കക്കാർ പോലും അച്ഛന്മാർ ഇത്ര പെട്ടെന്ന് മാറ്റുണ്ടാ രഘുലേ. പാട്ട് ചെയ്യുന്ന പുതിയ മുഖം. പാട്ടത് ഓട്ടോ പ്ലേ എനേബിൾഡ് അല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എനിക്കിത് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇപ്പൊ ഡൈവേർട്ട് ചെയ്യല്ലേ പ്ലീസ്. കാട്ടുമരങ്ങള് വരെ വരും ഇന്ന് വര വരുന്നതായ എന്ന് പോടുമ്പോ യന്ത്രമോടുമ്പോൾ ഈ പാടൊരു തീയൊരു കാട് കരങ്ങളോ. എനിക്കിത് പമ്പര കറങ്ങണ കറങ്ങും ഞാൻ. എടാ അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, ഏത് വണ്ടി ഇട്ടാലും നീ ഇത് തന്നെയാണോ നിനക്ക്? തിരിച്ചിപ്പോ ഈ വണ്ടി നീ കറങ്ങി, ഇത് കൺട്രോൾ നീ കറങ്ങി, ട്രക്ക് ഇട്ടാലും നീ കറക്കും. ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാ. എനിക്ക് നല്ല പുതിയ മുഖം. നാലത്താക്കണ്ട ബാക്കിന്നൊക്കെ പോകുന്നു. എന്തൊരു തെന്നലോടെ വണ്ടി. ഗോകു തൊട്ടടുത്ത് തന്നെയാ ഗോകു. അപ്പാ പറഞ്ഞപ്പോഴും ഗോകു. ഓ തരാനാ. എടാ ഒരു സെക്കൻഡ് ഫ്രെയിം ഷക്കായി പോടാ. നിങ്ങൾ ആരെങ്കിലും കണ്ട നിങ്ങൾ സ്ട്രീമില് ഇതില് വന്ന ഡിസ്കൗണ്ടിൽ വന്നു. അയ്യോ വീണ്ടും വന്നില്ല. ചക്കായ പറ ചക്ക് തുറ. എടാ അത് എന്താന്നറിയാ, യൂട്യൂബ് ബഗ്ഗായിരിക്കണടാ. അത് യൂട്യൂബ് പ്ലേ ഉണ്ടോ? ഇപ്പൊ പ്ലേ ആയി. മനസ്സിലായി. എന്റെ കയ്യിൽ കണ്ടി പമ്പര കറങ്ങണം. അന്തരി ഉള്ളോട്ട് കയറിപ്പോയില്ല അതില്. എന്നെ വലിച്ചെടുത്തത് എന്തൊരു വാക്കുകളി. ഇവിടെ താഴെയാണ് ഇത് പറഞ്ഞോണ്ട് ചാടല്ലാരും. കോച്ചില്ല വേണ്ടായിരുന്നു. അളിയാ എനിക്ക് മെസ്സേജ് അപ്പാപ്പ എവിടെയെങ്കിലും മറിയാ പാപ്പാ. ഈ വണ്ടി റിവേഴ്സ് വീണ് പോടാ. അളിയാ മണ്ടത്തരം കാണിച്ചു തുടങ്ങി. ചില്ലറ പമ്പര കറങ്ങി ഇടയ്ക്ക് പിറക്കെ വെക്ക്. എന്താടാ ഇത്? എങ്ങോട്ട് പോണ നീ? എടാ എനിക്ക് തെറ്റിപ്പോയാളിയാ. മൊത്തത്തിൽ ഡയറക്ഷനെ തെറ്റിപ്പോയടാ. ഞാൻ മണ്ടത്തരം. നീ മണ്ടൻ, ലോകമണ്ടൻ. എടാ അവിടെ എടാ അയ്യോ
ഓടിച്ചോണ്ട് പോയി. എടാ ഞാൻ അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് കാണിച്ചടാ. ഒന്നില്ല അല്ലേ, ഒന്നില്ല, ടൈം ഉണ്ട്, പിടിക്കാം വാ. ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ? എന്റെ കയ്യിൽ പറ്റുള്ള പറ്റുള്ളൂ. ഓടിക്കില്ല പാപ്പാ, ഓടിക്കില്ല. മാറി ഞാനേ ആദ്യമേ എന്റെ ചെക്ക് പോയിന്റും പോയി എല്ലാം പോയി മറിഞ്ഞു വീണ് ചക്കുമായി. ഞാൻ അവിടെ തൊട്ട് വെറുതെ മണ്ടത്തരങ്ങൾ കാണിച്ചു. ഞാൻ പറയുക സ്ട്രെസ് ആയില്ലളിയാ. അവിടെ ചെക്ക് പോയിന്റ് ഇല്ലല്ലോടാ, തൊട്ടടുത്തല്ലേ, ഒരു വളവല്ലേ. ചോദിച്ചതുള്ളൂ, എന്താന്ന് ചോദിച്ചോളൂ. കമ്പനിക്ക് ആശുപത്രി കുറച്ച് ലേറ്റ് ആയിട്ടാ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അവിടെ ഹാൻഡ് ആവശ്യമില്ല, ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ ഈ വണ്ടി. അല്ല ഞാൻ അവിടെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് പോയെന്ന് പറഞ്ഞാ. ഗിയർ ഡൗൺ ചെയ്തിട്ട് വളയുന്നില്ലല്ലോ ഈ വണ്ടി. വണ്ടിയോട് തിരിയാനൊക്കെ പറയണേട്ടാ വലിയ പോൻ. തിരിയണ്ടേ? ആശുപത്രി പതുക്കെ വന്നാലേ ചെക്ക് പോയിന്റ് മിസ് എവിടെ? അത്രയുള്ളതാണ്, അത്രേ ഉള്ളൂ. അണ്ണന്റെ ഓടിക്കില്ല, എനിക്ക് ഓടിക്കില്ല. ഞാൻ ചെക്ക് പോയിന്റ് മിസ് ചെയ്തു ശരിക്കും. മിസ്സായത്. എടാ ഞാൻ അത് കണ്ടില്ലടാ. എടാ എടാ ഞാൻ അത് കണ്ടില്ലടാ, സത്യമായിട്ട് ഞാൻ കണ്ടില്ലടാ. എടാ ഇത് റേസിന്റെ കയ്യിൽ നിന്ന് പോടാ. ഞാൻ ഇവിടെ നിർത്തി വിട്. നീ പോടാ ടീം അവിടെ കാണില്ല. ചാറ്റ് നോക്കണ്ട, ഞാൻ ഇടയ്ക്ക് ചാറ്റ് നോക്കിയതാണ്. പ്രസാദമാനായി 68. നിനക്കോ? അപ്പാപ്പനൊക്കെ ഇവിടേക്ക് പോയി. നിനക്ക് എത്രയാടാ? 52. ഞാനൊക്കെ പോറല്ലേ. പിടിക്കാൻ സ്റ്റിൽ പിടിക്കാൻ. റെഗുലറുണ്ടെങ്കിൽ പോക്കറ്റാണ്. തിരിക്കും ഈ വളവിലൊക്കെ നോക്കൂ. ഞാൻ കേട്ടില്ല, ഞാൻ ഇവിടെ മുമ്പിൽ തെറ്റിക്ക്. ഇവിടെ ആശദീപ് ചെയ്ത വീട്ടില് വളയുന്നില്ലടാ ഈ വണ്ടി.
ഇല്ലടാ ഇനിയൊരു കമ്പാക്ക് ഈ കളി ഉണ്ടാവും തോന്നുന്നില്ല. തീരാറായി റൈസ്. ഈ വണ്ടി ഭയങ്കര പാട് കേട്ടോ. ഇത് കുറച്ച് റാലിക്ക് കുറച്ച് ഓർപ്പ് പാടായി. പിടിക്കാളിയാ, സ്റ്റിൽ പിടിക്കാം. അങ്ങനെ കറക്ക്. ഇല്ലടാ ഇത് കംപ്ലീറ്റ്ലി പോവാടാ. ഞാൻ വെറുതെ കളഞ്ഞു. പാനിക്കായി. ആരോ ചത്തുപോയ പോലത്തെ പാട്ടും ഇത് കേട്ടിട്ട് ഞാൻ എങ്ങനെ ജയിക്കും? ഞാൻ വളവിക്കിടന്ന് മുഞ്ചുവാ. തമ്മിൽ പിണങ്ങിപ്പോ ഞാൻ വണ്ടി പിണക്കോ? അല്ലേ കണ്ട വെള്ളത്തിൽ കൂടെ പോന്ന ഞാൻ കണ്ട കേട്ടാ. അതൊക്കെ വെറും ഊമ്പിത്തരം. അതൊക്കെ സത്യം പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ഫുള്ള് ട്രാക്കിൽ കൂടെ പോകുമ്പോ അങ്ങനെ വെള്ളത്തിൽ കൂടെ ഇറങ്ങുന്നത് ഭയങ്കരതാ. ഞാൻ പറയടെ പോയി എങ്ങനെ തിരിച്ചു വരുമോ? ഞാൻ റെയിൽവേ പടത്തിപ്പോ ഇടിച്ചു ജയിച്ചത് മഴയില്. ഗോകു ജയിപ്പിച്ചോളൂ നീ ഫ്രണ്ട് ഇത്രയും പോയിട്ട്. ഞാൻ അളിയാ കിട്ടി പോ. നമ്മളുടെ കളിയാ ഇങ്ങളെ, നമ്മളുടെ കളിയാ. ഗോകുൽ തോപ്പിച്ച മുന്നിലാടാ. ഡ്രിഫ്റ്റ് ചെയ്ത് കയറ്റാൻ നോക്കിയതാണോ? ഞാൻ ബാക്കിൽ മുന്നിലോട്ട്